5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എറണാകുളത്തും കോഴിക്കോടുമാണ് പലപ്പോഴും ഈ സദാചാര പരിപാടികൾ നടക്കുന്നത്. അതായത് ഒരു ആൾക്കൂട്ട വിചാരണ. ആണും പെണ്ണും കൂടെ ഒന്നിച്ചിരുന്നാൽ ഉടനെ തർക്കമായി, പെണ്ണുങ്ങളോട് സംസാരിച്ച ഉടനെ ആണുങ്ങൾ വന്ന് ചോദിപ്പായി, വേണ്ട ബഹളമാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഈ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ അത് നഗരങ്ങളിൽ മാത്രം, പ്രത്യേകിച്ച് ബീച്ചുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് വന്നുകൊണ്ട്. ഇപ്പോൾ ബോൾഗാട്ടി പാലസ് അല്ലെങ്കിൽ എറണാകുളത്തെ ബീച്ചുകൾ, പിന്നെ തിരുവനന്തപുരം ബീച്ചുകളിൽ ആ ഒരു പ്രശ്നം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം കോഴിക്കോട് ബീച്ചിലൊക്കെ വ്യാപകമായി, പ്രത്യേകിച്ചും മുസ്ലിം പെൺകുട്ടികളെ ആരെങ്കിലും മറ്റ് ഹിന്ദുക്കളായ കുട്ടികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികളോ ആണുങ്ങളുമായിട്ട് കണ്ടാൽ അങ്ങനെയൊക്കെ വലിയ ഒരു സദാചാര പരിപാടിയുണ്ട്, ഒരു സദാചാര വിചാരണയുണ്ട്, ആൾക്കൂട്ട വിചാരണയുണ്ട്. ഇപ്പോൾ പക്ഷേ ഇത് പഞ്ചായത്തുകളിലേക്കും വന്നിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ വേണം പിടിച്ചിരിക്കുന്നത്. 3 SDP-കാരെയാണ് പിണറായി പഞ്ചായത്തിലെ ഒരു മുസ്ലിം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അതിൽ ഇരയായവരെയും പ്രതിയായവരുടെയും പേര് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഒരു 40 വയസ്സുള്ള മുസ്ലിം യുവതി തൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം വഴിയിൽ സംസാരിച്ചുകൊണ്ട് നിന്ന്. പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികളോട് അവരെ സുഹൃത്തുക്കളെ സംസാരിക്കും, വർഷങ്ങൾ കഴിഞ്ഞ് ജോലി ചെയ്യുന്നവർ സംസാരിക്കും, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ സംസാരിക്കും, ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ ചോദിക്കാൻ മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറാൻ ആരെയും അനുവദിച്ചിട്ടില്ലല്ലോ. പക്ഷേ SDP-കാർ 3 പ്രവർത്തകർ അയാളെ തല്ലി, ഈ സ്ത്രീയെ വീട്ടിൽ കയറി പോകാൻ പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ അയാളെ തല്ലി, അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി, പേഴ്സ് പിടിച്ചു വാങ്ങി, വലിയ സീൻ ഉണ്ടാക്കി അവിടെ പിണറായിയിൽ. ഈ സീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോലീസ് പിടിച്ചു വാങ്ങിയിട്ടും ഇതൊന്നും കൊടുക്കത്തില്ല. അവസാനം വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, പക്ഷെ അവരെല്ലാം SDP പ്രവർത്തകരാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ സദാചാര കൊല നടത്താനും സദാചാര വിചാരണ നടത്താനും ദുരഭിമാന വിചാരണ നടത്തുവാനും ആൾക്കൂട്ട വിചാരണ നടത്തുവാനും ഒക്കെ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത്? നമ്മൾ തുടരുമെന്നുള്ള മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വില്ലനായി വരുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മകളെ സ്നേഹിച്ചു എന്നുള്ള മോഹൻലാലിൻ്റെ മകൻ സ്നേഹിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടുള്ള ദുരഭിമാന കൊലയാണ് അതിൻ്റെ ഒരു കഥയായി വന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ച ഒരു കേസിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ്, അതിൽ നിന്നാണ് ത്രെഡ് കിട്ടി അങ്ങൊരു തരുൺ മൂർത്തി അങ്ങനെ ഒരു കഥ എഴുതി വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തായാലും കേരളത്തിൽ ഇതൊരു വ്യാപകമായൊരു കാര്യമാണ്. മറ്റൊരാളിനെ എത്തിനോട്ടം. ആൺകുട്ടികളും പെൺകുട്ടികളും 18 വയസ്സ് കഴിഞ്ഞാൽ അവരാരോടോ സംസാരിക്കട്ടെ. ഇപ്പോൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവരുടെ ഭാര്യമാരാണ് നോക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാർ നോക്കിക്കോളും, അല്ലെങ്കിൽ അച്ഛനമ്മയെ നോക്കിക്കോളും. നാട്ടുകാർക്ക് ഇതിലെന്താ കാര്യമെന്നേ? അപ്പുറത്ത് ഇപ്പം മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞ് ഇത് ചെയ്യുക, നാട്ടുകാരെ പോയി, പിന്നെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബാപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ സഹോദരങ്ങൾ ചോദിക്കട്ടെ. ഇത് വഴിയെ പോണവൻ എന്ത് കാര്യമാണ്? വഴിയെ പോണവൻ ആരെയാ സദാചാരം പഠിപ്പിക്കാൻ? ഇവിടെ അവർക്ക് പോലീസിൻ്റെ ചട്ടമല്ലോ കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ എന്നാലും 3 പ്രവർത്തകർ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഒരു അസൂയാണോ, കുശുമ്പാണോ, ഈഗോയാണോ, കോംപ്ലക്സ് ആണോ, എന്താണെന്നറിയില്ല, വിഷയം എന്താണെന്നറിയില്ല. പക്ഷേ എന്തായാലും റിപ്പോർട്ട് ചെയ്ത് വരുന്നത് അത്ര ശുഭകരമല്ല. ഇതൊരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അത് ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും സമ്പത്തിനും എല്ലാത്തിനും അതീതമായി ആർക്കും ആരോട് സംസാരിക്കാൻ സൗഹൃദം കൂടാം. അങ്ങനെ സൗഹൃദം കൂടാൻ പറ്റുന്നൊരു ജനാധിപത്യ രാജ്യത്താണ്. അതിന് ഇന്ത്യൻ ഭരണഘടന ഇതിനുള്ള എല്ലാ അവകാശവും തന്നിരിക്കുന്ന സമയത്താണ് ഒരു മുസ്ലിം സഹോദരി തൻ്റെ സുഹൃത്തിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിനെ തല്ലി കോട്ടയാക്കുക, പിന്നെ അവസാനം കേസാകുമ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്യുക. ഇതൊരു വല്ലാത്ത സീനായി പിണറായിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് ഇതൊക്കെ വ്യാപിക്കുകയാണ്. ആരാണ് ഇവരെയൊക്കെ ചുമതലപ്പെടുത്തുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരഭിമാന കൊലകളും ഈ സദാചാര പോലീസുകളെയും അതുപോലെ തന്നെ ആൾക്കൂട്ട വിചാരണയുടെയൊക്കെ കാലം കഴിഞ്ഞു. കുട്ടികളൊക്കെ സ്വതന്ത്രമായി, കുട്ടികളെന്ന് പറയാൻ കഴിയില്ല, മധ്യവയസ്കരും എല്ലാം സ്വതന്ത്രമായി. അവർ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അവർ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ സ്വതന്ത്രമായി വിവരിക്കുന്ന ലോകമാണ്. അവിടെ എന്തിനാണ് ഇങ്ങനത്തെ കൊലകളും പരിപാടികളും? ഇത് കൊലയല്ല നടന്നത്, എന്നാലും ഇത്തരത്തിലുള്ള ബഹളങ്ങളും ഒക്കെ അട്ടഹാസങ്ങളും ഒക്കെ നടത്തുന്നതെന്ന് എല്ലാ ചെറുപ്പക്കാരും ന്യൂജൻ ഒക്കെ വേറെ ലോകത്താണ്. അവർക്ക് ഇവിടുത്തെ ജാതിയിലും മതത്തിലും വർഗത്തിലും സദാചാരത്തിലും ഇതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. അവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ അറിയാം. അങ്ങനെ നിൽക്കുന്നവരെ എന്തിനാണ് നമ്മളിങ്ങനെ കൊല്ലാൻ നടക്കുന്നത്? ഇത് പഞ്ചായത്തുകളിലേക്ക് വ്യാപിച്ചു എന്നുള്ള ഒരാശങ്ക കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇത് കേരളത്തിലാകെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പാർട്ടിയെയും ഒരു സംഘടനയെയും ഒരു മതസംഘടനയെയും ഒരാളെയും ഇതിനകത്ത് ചുമതലപ്പെടുത്തിയിട്ടില്ല. പൊതുരംഗത്ത് നടക്കുന്ന, പൊതു നിരത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ ബീച്ചിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൻ്റെ പുറത്ത് വെച്ച് നടക്കുന്ന ഒരു കാര്യത്തെയും വിലയിരുത്തുവാനും അതിനെ കേസെടുപ്പിക്കാനും അതിനെ തല്ലാനും പിടിക്കാനും ഇവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുടുംബക്കാർ നോക്കിക്കോളും. അതിനപ്പുറമുള്ള ക്രമസാധന പ്രശ്നമാണെങ്കിൽ നോക്കാൻ ഈ നാട്ടിൽ പോലീസും കോടതിയുമുണ്ട്.